LPGക്ക് പകരം അടുക്കളയിൽ എഥനോൾ ഉപയോഗിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പുതിയ നീക്കം LPG ഇറക്കുമതി കുറയ്ക്കുന്നതിനും രാജ്യത്തെ എഥനോൾ ഉൽപ്പാദനം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുമാണ്. പുതിയ പദ്ധതിയിലൂടെ LPG ഇറക്കുമതിക്കായി ചെലവാക്കുന്ന വൻതുക ലാഭിക്കാൻ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. LPGക്ക് കടുംവെട്ട് വരുന്നു. പകരം അടുക്കള ഇനി എഥനോൾ ഭരിക്കും. അതെ, എഥനോൾ കൂടുതലായി ഉപയോഗിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുതിയ പദ്ധതി തയ്യാറാക്കുന്നു. LPG ഇറക്കുമതി കുറയ്ക്കുന്നതിനും രാജ്യത്തെ എഥനോൾ ഉൽപ്പാദനം വലിയ തോതിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് ഈ പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വിതരണ ശൃംഖല ശക്തമാക്കുന്നതിനും എഥനോൾ ഉപയോഗിക്കാവുന്ന സ്റ്റൗ വ്യാപകമാക്കുന്നതിനും ഇപ്പോൾ സർക്കാർ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതു സംബന്ധിച്ച നയം സെപ്റ്റംബറോടെ രൂപപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലേക്കും എഥനോൾ ഉപയോഗം എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ കൂടുതൽ സബ്സിഡിയോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ പ്രഖ്യാപിക്കാനും സാധ്യത കൂടുതലാണ്. നിലവിൽ എഥനോൾ ഉൽപ്പാദനത്തിൽ കാര്യമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശവും നൽകി. എഥനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രത്യേക സ്റ്റൗകളുടെ നിർമ്മാണം പരീക്ഷണഘട്ടത്തിലാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ഇന്ധനം ലഭ്യമാക്കാൻ പെട്രോൾ പമ്പുകളിൽ എഥനോൾ ATMകൾ സ്ഥാപിക്കാനും കൂടാതെ LPGക്ക് സമാനമായ ശക്തമായ വിതരണ ശൃംഖല ഒരുക്കാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ക്യാനുകൾ വഴി ഉപഭോക്താക്കൾക്ക് ATMകളിൽ നിന്ന് ഇന്ധനം ശേഖരിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ മാറ്റത്തിലൂടെ രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ബയോഗ്യാസിലേക്കും എഥനോളിലേക്കും മാറുന്നത് വഴി 2050 LPG സബ്സിഡി ഇനത്തിൽ മാത്രം 2 ലക്ഷം കോടി രൂപയിലധികം ലാഭിക്കാൻ സാധിക്കുമെന്നും കണക്കുകൂട്ടലുണ്ട്. ഇറാൻ-ഇസ്രയേൽ സംഘർഷം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ LPG വിതരണം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ 30 ദിവസത്തെ തന്ത്രപ്രധാനമായ സ്റ്റോറേജ് പ്ലാനും എണ്ണ കമ്പനികൾ തയ്യാറാക്കുന്നുണ്ട്. ഇതിലൂടെ കർഷകർക്കും വ്യവസായങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഈ ക്ലീൻ ഇന്ധനം വരും കാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള LPG സിലിണ്ടറുകളിലോ സാധാരണ സ്റ്റൗകളിലോ എഥനോൾ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എഥനോളിന്റെ ജ്വലന രീതി വ്യത്യസ്തമാണ്. അതിനാൽ പ്രത്യേക രൂപകൽപ്പന ചെയ്ത സ്റ്റൗകളും സംഭരണ പാത്രങ്ങളും ആവശ്യമാണ്. ഇനി എല്ലാവർക്കും സംശയമുണ്ടാകും LPG തികച്ചും ഒഴിവാക്കപ്പെടുമോ എന്ന്. എന്നാൽ LPGക്ക് പൂർണ്ണമായൊരു പകരക്കാരനായല്ല എഥനോൾ എത്തുന്നത്. മറിച്ച് ഒരു ബദൽ ഇന്ധനമായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത്. വിപുലമായ വിതരണ ശൃംഖലയുള്ള LPGക്കൊപ്പം തന്നെയാകും ഇതിന്റെയും സ്ഥാനമുണ്ടാവുക. ആദ്യഘട്ടത്തിൽ റെസ്റ്റോറന്റുകൾ, വാണിജ്യ അടുക്കളകൾ, സന്നദ്ധ സ്ഥാപനങ്ങൾ, പുതിയ സാങ്കേതികവിദ്യ സ്വീകരിക്കാൻ തയ്യാറുള്ള വീടുകൾ എന്നിവിടങ്ങളിലായിരിക്കും എഥനോൾ സ്റ്റൗകൾ എത്തുക. എഥനോൾ കുറഞ്ഞ വിലയിൽ ലഭ്യമായാൽ പാചകച്ചെലവ് കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. പക്ഷേ സർക്കാർ ഇതിന്റെ വില നിർണ്ണയിക്കണം. അതിനൊപ്പം സ്റ്റൗവിന്റെ വില എന്നിവ പുറത്തുവന്നാൽ മാത്രമാണ് അന്തിമ ചിത്രം കൂടുതൽ വ്യക്തമാകൂ. എന്തായാലും LPG ഇറക്കുമതിക്ക് ചെലവാക്കുന്ന വൻതുക ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.